Good morning. My topic is Mintzberg's 5P strategy. What is a strategy? എന്താണ് ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ a strategy is a plan or action designed to achieve a long term or overall aim. ഒരു ഓർഗനൈസേഷൻ്റെ ലോങ് ടേം ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഓവറോൾ എയിം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഓർഗനൈസേഷൻ ഡിസൈൻ ചെയ്യുന്ന ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു ആക്ഷനെയാണ് നമ്മൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. So, coming back to our topic, Mintzberg's 5P strategy. The 5Ps of strategy model was developed by the Canadian management scientist Henry Mintzberg with an objective to develop 5 distinguished strategic vision for the organization. So, this strategy model was developed by Canadian management scientist Henry Mintzberg. എന്താണ് ഒബ്ജക്റ്റീവ് പറഞ്ഞാൽ ഈ മോഡൽ ഡെവലപ്പ് ചെയ്യേണ്ട ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 ഡിഫറെൻറ്റ് സ്ട്രാറ്റജിക് വിഷൻ ഓരോ ഓർഗനൈസേഷനും വേണ്ട 5 ഡിഫറെൻറ്റ് സ്ട്രാറ്റജിക് വിഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിൻസ്ബർഗ്സ് ദി സ്ട്രാറ്റജി മോഡൽ ഡെവലപ്പ് ചെയ്തത്. സോ ദ 5 Ps ആർ പ്ലാൻ, പാറ്റേൺ, പൊസിഷൻ, പെർസ്പെക്റ്റീവ് ആൻഡ് പ്ലോയ്. All the 5 components allow the organization to implement the strategy in a more effective manner. These 5 Ps എല്ലാ 5 Psഉം ഓരോ ഓർഗനൈസേഷനും ഓരോ സ്ട്രാറ്റജി മേക്ക് ചെയ്യുമ്പോഴും നല്ല രീതിയിൽ അതായത് എഫക്റ്റീവ് മാനറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. സോ ഇതാണ് നമ്മളെ 5 Ps ഓഫ് സ്ട്രാറ്റജി: പ്ലാൻ, പ്ലോയ്, പാറ്റേൺ, പൊസിഷൻ, പെർസ്പെക്റ്റീവ്. As per the theory of Mintzberg, it is very difficult for the organization to develop a good and effective strategy. And with the help of his 5 Ps of strategy model, you include and consider the various aspects and possible approaches to the strategy from different angles and perspectives. അപ്പോൾ മിൻസ്ബർഗ്സ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഓരോ ഓർഗനൈസേഷനും ഡിഫറെൻറ്റ് സ്ട്രാറ്റജി അതായത് എഫിഷ്യൻറ്റ് സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യാൻ വെരി ഡിഫിക്കൽട്ടാണ്. സോ ആ ഡിഫിക്കൽട്ടീസിനെ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിൻസ്ബർഗ്സ് 5 P സ്ട്രാറ്റജി കൊണ്ടുവന്നത്. അപ്പോൾ ദീസ് 5 P സ്ട്രാറ്റജി ഓരോ ഓർഗനൈസേഷനും വെരി ഹെൽപ്ഫുള്ളാണ്. എല്ലാ രീതിയിലും അവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. നല്ല എഫക്റ്റീവ് സ്ട്രാറ്റജി പ്ലാൻ ഉണ്ടാക്കാൻ അവരുടെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. വിത്ത് അസംഷൻ ദാറ്റ് സ്ട്രാറ്റജി നീഡ്സ് ടു ചേഞ്ച് റെഗുലർലി ഇൻ ബിസിനസ്, ഇറ്റ് ഈസ് ഗുഡ് ഐഡിയ ടു ടേൺ എ മോഡൽ സച്ച് ആസ് മിൻസ്ബർഗ്സ് 5 P സ്ട്രാറ്റജി ആസ് അസിസ്റ്റൻസ്. ഓരോ സ്ട്രാറ്റജി നമ്മൾ റെഗുലർ ബേസിസിൽ നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ റെഗുലർ ബേസിസിൽ നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ട സാധ്യതയിൽ മിൻസ്ബർഗ്സിൻ്റെ 5 P സ്ട്രാറ്റജി നമ്മൾ അസിസ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുള്ളാണ് പറയുന്നത്. ദിസ് മോഡൽ ഇൻക്ലൂഡ് 5 ഡിഫറെൻറ്റ് അപ്രോച്ചസ് ടു സ്ട്രാറ്റജി. ദിസ് മോഡൽ 5 ഡിഫറെൻറ്റ് അപ്രോച്ചസ് ആണ്. ഓരോ സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യുമ്പോഴും ഡിഫറെൻറ്റ് അപ്രോച്ചസ് ആണ് കൊണ്ടുവരുന്നത്. ഈച്ച് ബിഗിനിങ് വിത്ത് ലെറ്റർ P വിച്ച് മേക്സ് ദം ഈസി ടു റിമെമ്പർ. എല്ലാ സ്ട്രാറ്റജീസും ബിഗിനിങ് ലെറ്റർ പറഞ്ഞാൽ P ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈസി ആയിട്ട് റിമെമ്പർ ചെയ്യാനും സാധിക്കും. ദ 5 Ps ക്യാൻ ബി ബ്രീഫ്ലി ഡിസ്ക്രൈബ്ഡ് ആസ് ഫോളോസ്. ഫസ്റ്റ് വൺ ഈസ് പ്ലാൻ. സോ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മളെന്താ ഒരു ഓർഗനൈസേഷൻ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണമെങ്കിലും വി ഷുഡ് ബി പ്ലാൻഡ് അല്ലേ. സോ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഓഫ് കമ്പനി സ്ട്രാറ്റജിക് പ്ലാനാണ്. നമ്മൾ ഒരു സ്ട്രാറ്റജിക് പ്ലാൻ കമ്പനിയുടെ സ്ട്രാറ്റജിക് പ്ലാൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറഞ്ഞത്. വി ഷുഡ് ബി ഓൾവേസ് പ്ലാൻഡ് ആണ് അല്ലേ. ദിസ് ഇൻക്ലൂഡ് വേർ ദ കമ്പനി ഈസ് നൗ ആൻഡ് വേർ ഇറ്റ് വാണ്ട്സ് ടു ഗോ. സോ പ്ലാനിൽ എന്താണ് വരുന്നത്, ഒരു കമ്പനിയുടെ ലെവൽ അത് നിൽക്കുന്ന പൊസിഷൻ ഏതാണെന്നും ഇനി നെക്സ്റ്റ് പൊസിഷൻ കമ്പനി ഏത് പൊസിഷനിലേക്കാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്നും ദിസ് പ്ലാൻ വിൽ ടെൽ us. The element of strategic plan would include the product, methods of production, sales plan, കോസ്റ്റ്, മാർക്കറ്റ് എക്സെട്ര. സ്ട്രാറ്റജിക് പ്ലാൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രോഡക്ട്സ്, മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ, സെയിൽസ് പ്ലാൻ, കോസ്റ്റ്, മാർക്കറ്റ് ഒക്കെയാണ് സ്ട്രാറ്റജിക് പ്ലാൻ്റെ എലമെൻറ്റ്സ്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് പ്ലാറ്റ്ഫോം ടു സ്റ്റാർട്ട് ഫ്രം. നമ്മൾ എന്തെങ്കിലും ഒരു നല്ല ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഷുഡ് ഓൾവേസ് ബി പ്ലാൻഡ് ആണ്. അതായത് ഇത് നല്ലൊരു ഗുഡ് പ്ലാറ്റ്ഫോമാണ്. നമ്മൾ എന്ത് തുടങ്ങണമെങ്കിലും പ്ലാനിങ് ഉണ്ടായിരിക്കണം. സോ പ്ലാനിങ് എന്ത് തുടങ്ങണമെങ്കിലും വാട്ട് വി ക്യാൻ സ്റ്റാർട്ട്, നമ്മൾ എന്ത് തുടങ്ങണമെങ്കിലും ദാറ്റ് വിൽ ബി എ ഗ്രേറ്റ് പ്ലാറ്റ്ഫോം എന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് പ്ലോയ്. പ്ലോയ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലോയ് എന്ന് പറഞ്ഞാൽ ഓരോ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ്. ഓരോ ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ്. ദിസ് പാർട്ട് ഓഫ് സ്ട്രാറ്റജി കൺസിഡർ തിങ്കിങ് ഫങ്ഷൻ ടു ഫേസ് കോമ്പറ്റീഷൻ. ഇതെന്താണ് പറയുന്നത്, നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിലാണ് നമ്മൾ ലീവ് ചെയ്യുന്നത്. സോ കോമ്പറ്റീഷൻസ് ഉണ്ടാവും. സോ നമ്മൾ ഈ കോമ്പറ്റീഷനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഡിഫറെൻറ്റ് പ്ലോയ്സ് കൊണ്ടുവരണം
അല്ലേ? എന്നാലാണ് നമുക്ക് ആ കമ്പനിയെ കോമ്പറ്റേറ്റ് ചെയ്തിട്ട് നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. സോ ഇറ്റ് ഈസ് ഓൾവേസ് ഗോയിങ് ടു ബി ദർ ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് ഗോയിങ് ടു ഹാവ് പ്രൊഫൗണ്ട് ഇൻഫ്ലുവൻസ് ഓൺ വാട്ട് യു ക്യാൻ ഡു. എന്താ ഇപ്ലോയ് ദിസ് മെത്തേഡ് വിൽ ഓൾവേസ് ബി ദർ. അത് നമ്മൾ എപ്പോഴും ഉണ്ടാവും. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതും പറഞ്ഞു തരാനാണ് ദിസ് മെത്തേഡ് വിൽ ഹെൽപ്പ് അസ്. A company can use specific ploy to face a competition. ഓരോ കമ്പനിക്കും ഡിഫറെൻറ്റ് പ്ലോയ്സ് യൂസ് ചെയ്യും. നമ്മൾ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാൻ ഡിഫറെൻറ്റ് പ്ലോയ്സ് യൂസ് ചെയ്തിട്ട് വി ക്യാൻ അച്ചീവ് സക്സസ്. ബൈ ട്രൈങ് ടു തിങ്ക് വൺ സ്റ്റെപ്പ് അഹെഡ് ദ കോമ്പറ്റീഷൻ ദ ഓർഗനൈസേഷൻ മേ ബി ഏബിൾ ടു ടേക്ക് കൺട്രോൾ ഓഫ് ദ മാർക്കറ്റ് സെഗ്മെൻറ്റ് ഫോർ ഇയേഴ്സ് ടു കം. നമ്മൾ ഓരോ പ്ലോയ് സെലക്ട് ചെയ്യുമ്പോഴും എന്താണ് വൺ സ്റ്റെപ്പ് അഹെഡ്, നമ്മൾ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് നമ്മൾ കോമ്പറ്റീഷൻ എങ്ങനെ ഫേസ് ചെയ്യുന്ന ചിന്തിക്കുമ്പോഴും ഈസ് പ്ലോയ്സ് വിൽ ഹെൽപ്പ് അസ്. നമ്മൾ എടുക്കുന്ന മെത്തേഡ് എന്താണ്, നമ്മൾ എടുക്കുന്ന പ്ലോയ് ഏതാണോ ദാറ്റ് വിൽ ഹെൽപ്പ് അസ്. എന്താണ് പിന്നെ എന്താണ് പറയുന്നത് വെച്ചാൽ വൈൽ ഇൻട്രൊഡ്യൂസിങ് പ്ലോയ് ഇൻ ദ ബിസിനസ് വി ഷുഡ് ബി വെരി കെയർഫുൾ. നമ്മൾ ഒരു പ്ലോയ് നമ്മളെ ബിസിനസ്സിൽ നമ്മളെ ഓർഗനൈസേഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെപ്പോഴും കെയർഫുള്ളായിരിക്കണം. അല്ലെങ്കിൽ എന്താ നമ്മളിപ്പോൾ ഒരു റോങ് പ്ലോയാണ് സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ എന്താ വി വിൽ ഹാവ് failure in that business അല്ലേ? സോ in order to achieve success we always be very careful while selecting the ploy ആണ്. നമ്മളൊരു ഗുഡ് ബിസിനസ് ആവണമെങ്കിൽ നമ്മൾ എന്താ സ്യൂട്ടബിൾ, ആ കമ്പനിക്ക് സ്യൂട്ട് ചെയ്യുന്ന പ്ലോയ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സോ ദാറ്റ്സ് അബൌട്ട് പ്ലോയ്. നെക്സ്റ്റ് ഇസ് പാറ്റേൺ. പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താ മോഡൽ അല്ലെങ്കിൽ മാതൃകയാണ്. The pattern part of strategic model deals what is going on business currently so that it can leverage those pattern into future success. നമ്മളെ ഫ്യൂച്ചർ സക്സസ്സിന് വേണ്ടിയിട്ട് എന്താണ് പാറ്റേൺ പാർട്ട് ഓഫ് സ്ട്രാറ്റജിക് മോഡൽ പറയുന്നത്? ബിസിനസ്സിൽ എന്താണോ ഇപ്പോൾ നടക്കുന്നത്, എന്ത് മോഡൽ ഏത് രീതിയിലാണ് ബിസിനസ് ഇപ്പോൾ നമ്മൾ റൺ ചെയ്യണതെന്ന് വെച്ചാൽ റൺ ചെയ്യുന്നതാണ് പാറ്റേണും പറയുന്നത്. ഇൻ അതർ വേർഡ്സ് ഓർഗനൈസേഷൻ ഷുഡ് ഫിഗർ ഔട്ട് എക്സാക്ട്ലി വാട്ട് ഹാസ് ബീൻ വർക്കിംഗ് ഫോർ ദ ബിസിനസ് ബൈ ലുക്കിംഗ് ടു ദ പാസ്റ്റ് ഓപ്പറേഷൻ ആൻഡ് ദെൻ ഗോയിങ് ടു തിങ്ക് ഓഫ് വേസ് ടു കണ്ടിന്യൂ ദോസ് പാറ്റേൺ. സോ ഒരു ഓർഗനൈസേഷൻ ഷുഡ് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ഏത് പാറ്റേൺ ആണോ ഒരു ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇനി ആ പാറ്റേൺ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ, അതോ വി ഷുഡ് ഹാവ് ചേഞ്ച്, നമ്മൾ ചേഞ്ച് ചെയ്യണോ നോക്കണം. സോ നമുക്ക് സ്യൂട്ടബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ വി ഷുഡ് നെവർ ലീവ് ദാറ്റ് പാറ്റേൺ അല്ലേ? സോ വി ഷുഡ് ഹാവ് കണ്ടിന്യൂ, നമുക്കത് കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യാം. ഓരൽസ് നമുക്കിപ്പോൾ തോന്നുകയാണ് സോ ഈ പാറ്റേൺ മാറ്റിയാൽ കമ്പനി ഒന്നും കൂടെയും സക്സസ് ആവും, അല്ലെങ്കിൽ ഒന്നും കൂടെയും ഇമ്പ്രൂവ് ചെയ്യും അതിൻ്റെ പെർഫോമൻസ്, അങ്ങനെ തോന്നുകയാണെങ്കിൽ വി ഷുഡ് ഹാവ് ചേഞ്ച് ദാറ്റ്. സോ ഫ്യൂച്ചറിൽ നമ്മളത് ചേഞ്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ വി ക്യാൻ കണ്ടിന്യൂ യൂസിങ് ദോസ് പാറ്റേൺ. ദിസ് ഈസ് പോസിബിൾ ടു കീപ് ഫ്ലെക്സിബിൾ പ്ലാൻ ആൻഡ് ബി വില്ലിങ് ടു ഓൾട്ടർ. നമ്മളെന്താ ഒരു ഫ്ലെക്സിബിൾ പ്ലാൻ എടുത്തേക്കാൻ സഹായിക്കും. പിന്നെ നമുക്ക് നമ്മൾക്ക് മാറ്റം വരുത്താൻ തോന്നണ രീതിയിലായിരിക്കണം. ഇപ്പോൾ നമുക്ക് തോന്നുകയാണ് ഈ പാറ്റേൺ വേണ്ട, ഇത് ചേരണില്ല എന്ന് തോന്നുകയാണെങ്കിൽ വി ഷുഡ് ഹാവ് ചേഞ്ച് ദാറ്റ്. വി ഷുഡ് ഓൾവേസ് ബി വില്ലിങ് ടു ഓൾട്ടർ. നമ്മളത് ചേഞ്ച് ചെയ്യാൻ എപ്പോഴും വില്ലിങ് ആയിരിക്കണം. ഇഫ് എ പ്രോഫിറ്റബിൾ പാറ്റേൺ കംസ് കാഷ്വലി ത്രൂ ദ കോഴ്സ് ഓഫ് റെഗുലർ ബിസിനസ് ദ ബിസിനസ് ഷുഡ് ഐഡൻറ്റിഫൈ ഇറ്റ് ആൻഡ് ദെൻ ലിവറേജ് ഇറ്റ് ഫോർ ഫ്യൂച്ചർ. അപ്പോൾ നമുക്ക് തോന്നുകയാണ് എന്താണ് സോ റെഗുലർ കോഴ്സ് ഓഫ് ആക്ഷൻ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണെന്ന് തോന്നുകയാണെങ്കിൽ വി ഷുഡ് ഹാവ് യൂസ് ദാറ്റ്. നമുക്കത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദാറ്റ് ഈസ് അബൌട്ട് പാറ്റേൺ. നെക്സ്റ്റ് ഇസ് പൊസിഷൻ. ഓൾ ബിസിനസ് ഹാവ് ടു ഫൈറ്റ് ഫോർ പൊസിഷൻ ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. ദ മാർക്കറ്റ് പ്ലേസിൽ എന്താ ഇപ്പോൾ കോമ്പറ്റീറ്റീവ് വേൾഡാണ്, എല്ലാവരും ഫൈറ്റ് ചെയ്യാണ്. എനിക്ക് എൻ്റെ ബിസിനസ്സിൽ ഇന്ന പൊസിഷൻ വേണം, ദാറ്റ് ബിസിനസ് ആ ഓർഗനൈസേഷനിലും നല്ല ഗുഡ് പൊസിഷൻ വേണം, വൺ സ്റ്റെപ്പ് ഹെഡ് ആയിരിക്കണം അവരിൽ, അങ്ങനെയാണ് നമ്മൾ തിങ്ക് ചെയ്യണത് അല്ലേ? സോ an organization can think about positioning in terms of ഏതൊക്കെ രീതിയിലാണ് ഒരു പൊസിഷൻ, നല്ല രീതിയിലൊരു പൊസിഷൻ ഉണ്ടാക്കാൻ ഓർഗനൈസേഷൻ തിങ്ക് ചെയ്യേണ്ടത്. സെയിൽസ്, ക്വാളിറ്റി, പ്രൈസ് പോയിൻ്റ് രീതിയിലൊക്കെ നമ്മൾ സെയിൽസ് ബിസിനസ്സിലും നല്ലതാണ് നമ്മുടെ സെയിൽസ്. അവരുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഈസ് ബാഡ് ദെൻ അവേഴ്സ്. നമ്മൾ എപ്പോഴും നമ്മളെ പ്രൊഡക്റ്റ് നല്ലതാണ്, നമ്മൾ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് ഷുഡ് ബി ഗുഡ് ദാൻ അതേഴ്സ് ആണ്. പിന്നെ പ്രൈസ് പോയിൻ്റ്, അവരുടെ പ്രൈസസ് മച്ച് ഹയർ ദാൻ അവേഴ്സ്, അങ്ങനെ തോന്നുകയാണ് നമ്മളെ കസ്റ്റമേഴ്സിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന പ്രൈസാണ്. വി ഷുഡ് ഹാവ് നെവർ അഡോപ്റ്റ് ദാറ്റ്. സോ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നോക്കണം, നമ്മൾ സെയിൽസ് നോക്കണം, പ്രൈസ് നോക്കണം, അതൊക്കെ നോക്കണം. rather than falling into market accidentally the position should be very much intentional and strategic in nature. നമ്മളൊരു മാർക്കറ്റിലേക്ക് ആക്സിഡൻ്റായിട്ട് കടന്നു ചെല്ലണേലും നല്ലത് എന്താണ്, നമ്മളെ പൊസിഷൻ നോക്കുക. നമ്മളെ പൊസിഷൻ നോക്കിയിട്ട് ആ സ്ട്രാറ്റജി നമ്മൾ ചേഞ്ച് ചെയ്യാൻ നോക്കുക. നല്ല പൊസിഷനാണ്
യെസ്, ഓഫ് കോഴ്സ്, നോ ചേഞ്ച്. നമ്മൾ ആ പൊസിഷൻ ഷുഡ് ബി കണ്ടിന്യൂഡ് ആണ്. ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ കെയർഫുൾ മാർക്കറ്റ് റിസർച്ച്. എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. നമ്മൾ മാർക്കറ്റ് റിസർച്ച് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വി ഷുഡ് ഓൾവേസ് ബി കെയർഫുൾ. ദ ലാസ്റ്റ് പി പേഴ്സ്പെക്റ്റീവാണ്. പേഴ്സ്പെക്റ്റീവ് എന്താ? ഓരോ ബിസിനസ്സിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഓർഗനൈസേഷനും പോയിൻ്റ് ഓഫ് വ്യൂ ആണ് പേഴ്സ്പെക്റ്റീവ്. എവറി ബിസിനസ് കം അറ്റ് ദ മാർക്കറ്റ് ഫ്രം ദെയർ ഓൺ യുണീക്ക് പേഴ്സ്പെക്റ്റീവ്. എന്താ? ഓരോ ബിസിനസ്സിനും അവരുടേതായ യുണീക്ക് പോയിൻ്റ് ഓഫ് വ്യൂ ഉണ്ടാവും, യുണീക്ക് പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവും. എന്താ പറയണ? ഓരോ ഓർഗനൈസേഷൻ, യെസ്, ഐ എം ഡിഫറെൻറ്റ് ദാൻ അതേഴ്സ്. അല്ല, അവരുടെ പ്രൊഡക്റ്റിനാലും വെരി ഡിഫറെൻ്റ് ആണ് എൻ്റെ പ്രൊഡക്റ്റ്. അങ്ങനെ ഒരു ചിന്തിക്കണം. നമ്മൾ എപ്പോഴും ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ ഉണ്ടായിരിക്കണം. For example, to run a business that is focused on making a classic product that has been for sale for many years, meaning rather than innovation, the perspective in business is one of quality, execution and cost control. കുറേ നാളായിട്ടൊരു ബിസിനസ് റൺ ആയി ഫോർ മെനി ഇയേഴ്സ് ഒറ്റ ക്ലാസിക്കൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ കമ്പനി സെയിൽ ചെയ്യാണ് ഫോർ മെനി ഇയേഴ്സ്. അപ്പോൾ എന്താ ഇതിൻ്റെ മീനിങ് എന്താ? അവരുടെ പെർസ്പെക്റ്റീവ് ഇൻ ബിസിനസ് ഇസ് വൺ ഓഫ് ദ ക്വാളിറ്റിയാണ്. അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂ ഇന്നോവേറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ ആണ്, ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സാണ്. അതുകൊണ്ടാണ് അവർ ഇത്രയും ഇയേഴ്സ് റൺ ചെയ്യാൻ പറ്റിയത് തന്നെ. അവരുടെ ക്വാളിറ്റി നല്ലതായിരിക്കും, അവരുടെ എക്സിക്യൂഷൻ, കോസ്റ്റ് കൺട്രോൾ, എവറിത്തിങ് ഈസ് ഡിഫറെൻറ്റ് ആൻഡ് യുണീക്ക് പെർസ്പെക്റ്റീവ് ആയിരിക്കും. എ ന്യൂ ഐഡിയ പുട്ട് ടു ദ മാർക്കറ്റ് വിൽ ഹാവ് എ പെർസ്പെക്റ്റീവ് ആൻഡ് കൾച്ചർ ഓഫ് ദ ഓർഗനൈസേഷൻ. നമ്മൾ മാർക്കറ്റിലേക്ക് എന്തെങ്കിലും ഒരു ന്യൂ ഐഡിയ കൊണ്ടുവരാണെങ്കിലും ദാറ്റ് വിൽ ഓൾസോ ബി എ പെർസ്പെക്റ്റീവ് ആൻഡ് കൾച്ചർ ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ്റെ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ആൻഡ് ഡിഫറെൻറ്റ് യൂണീക്ക് കൾച്ചറാണ് ആ ന്യൂ ഐഡിയ കാണിക്കുന്നതെന്നാണ് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ 5 P's ഓഫ് സ്ട്രാറ്റജീസ് പറയുന്നത്. ഏതൊക്കെയാണ്? പ്ലാൻ, പ്ലോയ്, പാറ്റേൺ, പൊസിഷൻ ആൻഡ് പെർസ്പെക്റ്റീവ്. സോ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണ്. ഓരോ സ്ട്രാറ്റജിക് പ്ലാൻ്റെയും സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണ് പ്ലാൻ. പ്ലാൻഡ് ആയിരിക്കണം. വി ഷുഡ് ഓൾവേസ് ബി പ്ലാൻഡ്. എന്ത് ചെയ്യുകയാണെങ്കിലും നമുക്ക് പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്, എന്നാലും നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. പ്ലോയ് എന്ന് പറഞ്ഞാൽ എന്താ? അവർ യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. അവർ കോമ്പറ്റേറ്റ് ചെയ്യുന്ന മെത്തേഡാണ്. ദാറ്റ് വേറൊരു ബിസിനസ്സിനായിട്ട് അവർ കോമ്പറ്റേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് പ്ലോയ്. പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ഓർഗനൈസേഷൻ ഡിഫറെൻറ്റ് പാറ്റേൺസാണ് യൂസ് ചെയ്യുന്നത്. സോ ഒരു പാറ്റേൺ, നല്ലൊരു പാറ്റേൺ അവർക്ക് ഇനി ഫ്യൂച്ചറിൽ റൺ ചെയ്യണം, അവർ സക്സസ് ബിസിനസ്സായിട്ട് റൺ ചെയ്യണമെങ്കിൽ അവർ നല്ലൊരു പാറ്റേൺ അഡോപ്റ്റ് ചെയ്യണം. പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ബിസിനസ്സിനും ഓരോ പൊസിഷൻസാണ് ഈ വേൾഡിലുള്ളത്. സോ ദേ ഷുഡ് മെയിൻറ്റെയിൻ ദർ പൊസിഷൻ ഇൻ ദിസ് കോമ്പറ്റേറ്റീവ് വേൾഡ്. അതായത് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം പോരാ, അതൊരു ഗുഡ് പൊസിഷൻ ആയിരിക്കണം, എഫിഷ്യൻറ്റ് പൊസിഷൻ ആയിരിക്കണം. ലാസ്റ്റ് വൺ ഇസ് പെർസ്പെക്റ്റീവ്. എല്ലാ ഓർഗനൈസേഷനും യുണീക്ക് പെർസ്പെക്റ്റീവാണ്. അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂ ഷുഡ് ബി യുണീക്കാണ്. അവരുടെ കാഴ്ചപ്പാട് അവരിൽ നിന്നും വേറിട്ടതായിരിക്കണം, യുണീക്ക്, എഫിഷ്യൻറ്റ് എല്ലാം ആയിരിക്കണം. ഇതാണ് 5 P's ഓഫ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദാറ്റ്സ് ഓൾ. താങ്ക് യു.